സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് ബീഹാറിലെത്തിയ രണ്ടാമത്തെ ദിവസം. കഴിഞ്ഞ ലോഡ് ബയോഡീസലാണ് കയറ്റിയത്. ഇത്തവണ ലോഡ് മാറ്റി കയറ്റുന്നത് കൊണ്ട് ടാങ്കിനകം മൊത്തം ഫുള്ള് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് ലിക്കർ ഫാക്ടറിയുടെ അടുത്തായിട്ടുള്ള ഒരു സർവീസ് സ്റ്റേഷനിലെത്തി. ടാങ്കിന്റെ ഹാച്ചസും ഡോറുകളും എല്ലാം നമ്മൾ തന്നെ തുറന്നു കൊടുത്താലേ ബാക്കി സർവീസ് എല്ലാം അവർ ചെയ്യത്തുള്ളൂ. നമ്മൾ ടൂൾസുമായിട്ട് ടാങ്കിന്റെ മുകളിലോട്ട് കയറി ഡോർ ഓപ്പൺ ചെയ്ത് തുടങ്ങി. വരുണനും നമ്മളെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട്. വരുണന്റെ വണ്ടിയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് സെൻസർ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ഓടിയെത്തിയത് ഒരുമിച്ചല്ലായിരുന്നു. വരുണൻ വന്നപ്പോൾ രാത്രി 12 മണിയോളം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ സർവീസ് ചെയ്ത് നമ്മൾ ഈ ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഹാച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഒരുപാട് ബോൾട്ട് ഉണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ, ഈ ഒരു പാർട്ടും കൂടെ നമ്മൾ ഊരിയെടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർവീസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഇത് അഴിച്ചെടുക്കുകയാണ്. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്, കാണാനൊക്കെ ഒത്തിരി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് ഫില്ല് ചെയ്യാനും പിന്നെ ഇത് നമ്മളെ മറ്റേ മെഷർമെന്റ് ചെയ്യാനും അല്ലേ അളിയാ? ഇതൊന്നുമല്ല, വണ്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിരാന്ന് 10, 200, 300, 500 എണ്ണം കിടപ്പുണ്ടല്ലേ അളിയാ? വണ്ടി നേരത്തെ ടാങ്കർ ഭയങ്കര ഇപ്പൊ അധികം ടാങ്കർ കിടപ്പില്ല. ആ ഓക്കെ, ഇത് 3-4 ടാങ്കർ വന്ന് കിടപ്പുള്ളൂ. കാണാൻ വരുമ്പോ ഇഷ്ടംപോലെ ടാങ്കർ ഉണ്ടായിരുന്നു. ഇവിടെ എത്തനോള് മാത്രമല്ല, വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വെളിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? എത്തനോള്, പിന്നെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് വരുന്നതും പിന്നെ ലിക്വർ പോകുന്നുണ്ട്. ലിക്വർ അത് ബോട്ടിലായിട്ടല്ലേ? പിന്നെ ടാങ്കിൽ അവിടെ ഒരു ഇതുണ്ട്, അതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അതുപോലെ ഇവിടാണ് എത്തനോള് കയറ്റുന്നത്. അവിടെ വേറൊരു, അത് വലിയ വണ്ടി കയറുന്നില്ല. നമ്മുടെ ഈ 16 വീല് അതിനകത്ത് കയറി ഒടിഞ്ഞ് കയറത്തില്ല, അത് ലോഡ് ചെയ്യുന്നത്. ഒരു ടാങ്കർ ലോറിയിൽ 6 ഡോറുകളുള്ള 6 ചേമ്പറുകളുണ്ട്. ടാങ്കിനകം നല്ലതുപോലെ വൃത്തിയാകാനും പഴയ ബയോഡീസലിന്റെ എല്ലാ അംശവും പോകാനുമായിട്ട് കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഇവർ ടാങ്ക് വാഷ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടാങ്കെല്ലാം ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. ഇനി ഫുൾ വാഷിങ്ങും കഴിഞ്ഞ് ഇത് ഉണങ്ങിയ ശേഷം ഇത് എടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് കയറിയാൽ മതി. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടിക്ക് അടുത്ത് നമുക്ക് മുന്നേ വന്ന വണ്ടിയാണ്. ഈഗിൾ ലോജിസ്റ്റിക്കിൻ്റെ ഒരു ടാങ്കർ ലോറിയാണ് ഇത്. നാമക്കല്ലുള്ള കമ്പനി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു തമിഴണ്ണനാണ് അതിൻ്റെ ഡ്രൈവർ. പുള്ളിക്കാരൻ ഫുഡൊക്കെ വെച്ചാണ് കഴിക്കുന്നത്, വണ്ടി വെച്ച് തന്നെ കഴിക്കും. പക്ഷേ സംഭവം കാണിച്ചത് ഇത്രയൊക്കെ കഴിവിയ ഇതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പറ്റിയിരിക്കുന്ന ഈച്ച എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. ഇത്രയും വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന ഒരു പാത്രത്തിൽ ഇങ്ങനെ ഈച്ചയാണെങ്കിൽ ഇവിടുത്തെ കടകളിലൊക്കെ കാര്യം ആലോചിച്ചേക്കുന്നുണ്ട്. എനിക്ക് കടലിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, അവർ വല്ലതും പറയുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുക്കാത്തതാണ്. ഇന്ന് ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, കാര്യം കഴിക്കാൻ തോന്നുന്നില്ല. നല്ലൊരു ഹോട്ടലിൽ നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള അന്തരീക്ഷമൊന്നുമല്ല ഇവിടെ കാണുന്നത്. ഞാൻ പറ്റുമെങ്കിൽ മാക്സിമം അതൊക്കെ കാണിക്കാം.